മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. വഴിയുണ്ട് മോനെ. എന്ത് വേണേലും ചെയ്യാം, സാറ് പറഞ്ഞാൽ മതി. നാളെയെങ്കിൽ നാളെ കിട്ടിയ വലിയ ഉപകാരം. വനജ കാശന്റെ നിനക്കാരനല്ലടാ. ഞാനും ഒന്ന് പോരാ ജീവേ. ഒന്ന് പോരാ. മനുഷ്യനോട് തോന്നണട്ടാ. സാറ് മനസ്സ് വിചാരിച്ച എല്ലാം നടക്കും. സക്കീറെ ഞാൻ എപ്പോഴേ മനസ്സ് വെച്ചു. അല്ല വനജ, ആധാരൊക്കെ ഇല്ലേ? അതുണ്ടായിരുന്ന ഈ പെടാപ്പാട് വല്ലതും പെടുവോ? 2 കൊല്ലം മുമ്പ് കോപ്പറേറ്റീവ് ഒരു ലോൺ എടുത്താ. പണിപാളിയല്ലോ സക്കീറെ. എന്നോട് ഇത് മുമ്പ് പറഞ്ഞില്ലല്ലോ. നാട്ടിലില്ലാട്ടാ വനജ. അയ്യോ, അങ്ങനെ പറയരുത്. വേറെ ഒരു വഴിയില്ല. ഒരു കളി, ഒരു കാര്യം ചെയ്യാൻ ഞാൻ വേറെ ആളോട് നോക്കാം. ഒന്ന് മുട്ടി നോക്കാം. പക്ഷെ ഉറപ്പ് പറയില്ലേട്ടാ. മതി മതി, വെള്ളം കറക്കാതെ കയറിപ്പാടാ. ഇന്നെന്താടാ സ്കൂളൊന്നുമില്ലടാ നിങ്ങക്ക്? സ്കൂളോ? ഒന്ന് പോയ ചേട്ടാ, ഇന്ന് ഞായറാഴ്ചയാ. അയ്യോ, അറിഞ്ഞില്ല കേട്ടോ ഇന്ന് ഞായറാഴ്ചയാന്ന്. എന്താ ഞായറാഴ്ച സ്കൂൾ വെച്ചാ? കയറിപ്പാടാ. മതി മതി കളിച്ചത്. ചെക്ക വൈകുന്നേരം അങ്ങോട്ട് പാട്ടാ കച്ചവടത്തിന്. കാണിച്ചു തരാം ഞാൻ. ബുദ്ധിമുട്ടാവും. ഇരുന്ന് തിന്ന്. കപ്പ, ചമ്മന്തി പല്ലോന്റെ മുതലല്ലേ അല്ലേ? മത്തായി സാറേ, പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. 3-4 ദിവസത്തിനുള്ളിൽ എന്തായാലും നടക്കും. ഓ, നടക്കട്ടെ നടക്കട്ടെ. അല്ല സാറേ, ഇതുവരെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളെ കൊന്ന സാറിന്റെ പ്രശ്നം തീരുന്നു. കൊല്ലി വേണ്ട സാറേ, ഒന്നും ചെയ്യില്ലേ സാറേ. ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി തന്നോളാം. ഞാനൊരു സൂക്കേട് കഴിയാ സാറേ. കടം കയറിയത് ഞാൻ കാരണം. വനജേടനെ ഇത്തിരി പോകുന്ന കുട്ടികളും കിടന്ന് ഓടിയിട്ടാ കുടുംബം കഴിഞ്ഞു പോണത്. ചെറിയ കുടുംബാ സാറേ, അതില്ലാതാക്കില്ലേ? ഇല്ലടി, നിനക്ക് നിന്റെ പിള്ളേർക്കൊക്കെ ഞാൻ ചിലവരാടി. നിനക്ക് നിന്റെ പിള്ളേർക്കൊക്കെ കൂടെ നിന്റെ പിള്ളേരെ എല്ലാം സാറേ. ഇതാരാടാ ഇവിടെ കളിക്കുന്നു? പിള്ളേരാ സാർ. ആ, എത്തിയല്ലോ. ജോണേട്ടൻ, നിങ്ങൾക്ക് അവനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രത്തോളം ഞാൻ കരുതിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല കുഞ്ഞെ. പിന്നെ എങ്ങനെയാണോ ഞാൻ കാണാൻ വേണ്ടി ഇതെല്ലാം കൂടി ഇവിടെ നിരത്തി മലർത്തി വച്ചിരിക്കുന്ന അവൻ? ഈ കളി എന്റെ വീക്ക്നെസ് ആണെന്നും ഇത് കണ്ടാ ഞാൻ അടങ്ങുന്നു താൻ ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ലേ കുഞ്ഞെ. അവസ്ഥ പുണ്യാളാണ് സത്യം. ഒന്നും പറഞ്ഞു. എവറ്റേക്ക് ഇത് കളിക്കാനുള്ള ബുദ്ധിയല്ലോ. വാ ഇരിക്ക്. പാടാ. പൈസ ഞാൻ എങ്ങനെയെങ്കിലും നീ ഇരിക്ക്. ശരിയാക്കി തരാൻ സാർ. ബ്ലാക്ക് ഓർ വൈറ്റ്? നിനക്ക് വെള്ളയിരിക്കും. ആദ്യം നിന്റെ നീക്കം എന്താണെന്ന് എനിക്കറിയാമല്ലോ. നിരത്ത് ഒരു കണ്ടീഷൻ.
നീയാണ് ജയിക്കണമെങ്കിൽ പലിശ ഞാൻ എഴുതിത്തള്ളും, പിന്നെ മുതൽ മാത്രം. ഇനി നീ തോറ്റാലും നിന്റെ കളി ഗംഭീരമാണെങ്കിൽ അപ്പോഴും ഞാൻ വേണ്ടാന്ന് വയ്ക്കും. എന്ത് പലിശ? ഇത് മുതൽ മാത്രം വെച്ചുള്ള കളിയാട്ടാ. ദയവായിട്ട് സാറേ എനിക്ക് ഇത്തിരി സാവകാശം. നീ കളിക്ക്. കുഞ്ഞിങ്ങോട്ട് വന്നേ, വാ പോവാ നമുക്ക്. ജോണേട്ടൻ എടുക്ക്. ഇതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാന്നേ, വാ. ഞങ്ങളിനി അവധി പറയില്ല സാറേ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. മൂവ്. കുഞ്ഞെ നമുക്ക് പോവാം. റെക്കോർഡ് ചെയ്യടോ, കളി റെക്കോർഡ് ചെയ്യാൻ. വാക്ക് പറഞ്ഞ വാക്കാ. നിന്റെ പലിശന് വേണ്ട, പക്ഷെ മുതല് അത് നാളെ രാവിലെ കിട്ടിയിരിക്കണം അങ്ങ് വീട്ടില്. പാടോ കളി തോറ്റാൻ മത്താക്കി പുല്ലടാ പലിശയും. നല്ല സൈക്കിൾ എടുത്ത് മാറ്റണം. Sir, 1 minute. Please stop it. നിങ്ങൾക്ക് അങ്ങോട്ട് നീങ്ങി പോയിക്കൂടെ? Sorry, sir. തകർക്കണുണ്ടെന്നാ തോന്നണേ. ബഹളം കേൾക്കണില്ലേ? പോടാ അവിടുന്ന്.
തൻ്റെ മാസ്റ്റർ പീസ് കാണിച്ചു കൊടുക്കൂ. അതെടാ. അങ്ങനെ കളി കാണിച്ചു തുടങ്ങണം. ആ ഇനിയിപ്പോ ഇവന് പകരം തിരുമേനി കളിക്കും. അത് നടക്കില്ല പോളേട്ടാ. ഇതേ ചെക്കന്മാർ തമ്മിലുള്ള കളിയാ. അതിലിനി തിരുമേനി ഇടപെടണ്ട. അതെ, അതിന് മാറ്റൊന്നുമില്ല. ഇതാണ് ബ്ലൈൻഡ് ഫോൾഡ്. എന്തേ? പക്ഷെ ഇവിടെ കളിക്കണത് നമ്മുടെ സുബ്രു കണ്ടെത്തിയ ബ്ലൈൻഡ് ഫോൾഡ്. കളിക്കും. നീ ഇവിടെ ടെൻഷൻ അടിക്കാതെ കളിയൊന്ന് പോയി കാണണ്ട. കളി മാത്രല്ലേ ചേച്ചി ഇപ്പൊ എന്റെ പ്രശ്നം. ആ മത്തായി സാറിന്റെ കാശ് എങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് ഓർക്കുമ്പോഴാ ടെൻഷൻ. കാലാള് 13-ന്ന് 29-ലേക്ക്. കുതിര 2-ന്ന് 19-ലേക്ക്. കുതിര 7-ന്ന് 22. ഈ കളി ഇങ്ങനെ മത്സരിക്കാനുള്ളതൊന്നും അല്ലല്ലോ. ഒരു നേരം പോക്കിന് കളിക്കുന്നല്ലേ ഉള്ളൂ. വനഞ്ചേട്ടാ, ഓ നിങ്ങളെ ചെക്കനല്ലേ, ഓൻ ജയിക്കും. ദൈവമേ വളർത്ത. കാലാള് 12-ന്ന് 28. കാലാള് 14-ന്ന് 30. ആന 3-ന്ന് 39. എന്തായി വനചേട്ടൻ, അവിടെ ഭയങ്കര ബഹളമൊക്കെ കണ്ടല്ലോ, അങ്ങോട്ട് പോയില്ലേ? അങ്ങോട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥയില്ല. ദൈവമേ, എത്ര നേരമായി തുടങ്ങിയിട്ട്. അവൻ്റെ ഒരു ജ്യൂസേ നമ്മുടെ പിള്ളേർക്കൊന്നുമില്ലെന്ന് അവൻ്റെ വിചാരം. സക്കീറേ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇത് കണ്ട ഓ തകർക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്ടാവും എടുക്കണല്ലേ. കുതിര 19-ന്ന് 28. സുബ്രോ സുബ്രോ എന്നടാ പിടിക്കടാ. വേണ്ട വേണ്ട. മന്ത്രി 19-ന്ന് 5-ലേക്ക്. ആന 39-ന്ന് 43-ലെ കുതിര വെട്ട്. 43. എൻ്റെ മനസ്സിനാകെ ഒരു വല്ലായ്മ. സാരില്ലേ വനചേട്ടാ, എല്ലാം ശരിയാവും. തേര് 8-ന്ന് 6-ലേക്ക്. തേര് 8-ന്ന് 6. നമ്മുടെ സുബ്രു ആരാന്നാ കരുതിയേ? ആന 20-ന്ന് 6-ലേക്ക് വലിച്ചു. വനചേട്ടാ, ഭയങ്കര കയ്യടിയാണല്ലോ അവിടെ കേൾക്കണേ. നമുക്കൊന്ന് പോവല്ലേ? ഞാൻ പറഞ്ഞു, എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മത്തായി സാർ അങ്ങനെയൊക്കെ പേടിച്ച എന്തെങ്കിലും നടക്കൂ. ബ്രോ, കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആവുന്നുണ്ടാ. കുട്ടി പേടിച്ചോടുന്നുണ്ട് കേട്ടോ. തോന്നുന്നുണ്ട്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. സാർ നിർബന്ധിച്ചിട്ടല്ലേ ഇപ്പൊ കളിപ്പിച്ചേ. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ തല്ലി. ഇനി ആ കുട്ടിനെ തല്ലരുത്. നിങ്ങൾ പറഞ്ഞ പോലെ അവൻ കളിച്ചു തോപ്പിച്ചു. ഇനി അവനെ തല്ലരുത്. അവരെ തന്നെ നോക്കിയോടാ.
എടാ വനജ, മത്തായി വാക്ക് പറഞ്ഞ വാക്കാ. എന്റെ മുതലേ എനിക്ക് വേണ്ട. നീ ഇതെല്ലാം തിന്നി. എന്റെ മുതല് 4 നേരം. എനക്കാടാ യോഗം. ഒന്ന് വിടടാ അവിടുന്ന്. ഇവന്റെ ഈ വക കള്ളക്കളി. അവനോ കള്ളൻ. അവന്റെ മക്കൾ അവനെക്കാളും വലിയ നീ കാരണം ഇവനിട്ട് കിട്ടിയേ. ഞാൻ എന്തൂട്ട് ചെയ്തെന്നാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ പോകണ്ടെന്ന്. അവളൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. തോക്കുന്ന ആ കുട്ടിയും അവരാരും കരുതിയിട്ടില്ല. അതിന്റെ ദേഷ്യം തീർത്തതാ. അവര് പറഞ്ഞിട്ട് എന്തിനാ? കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിച്ചതാരാ? നീ എന്ത് വർത്താനാണ് ഈ പറയണേ? ഞാൻ കളിപ്പിച്ചെന്നോ? ആ മത്തായിയെ തടയാൻ എനിക്കാവോ? ആർക്കെങ്കിലും ആവോ? ആയാലും ഇല്ലേലും പറ്റിയത് എന്റെ കുട്ടികൾക്കാണല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെസ് എന്നും പറഞ്ഞ അമ്പലപ്പറമ്പിലുള്ള ഇരിപ്പുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അയാളുടെ കാശ് നമുക്ക് എങ്ങനെയും തിരിച്ചു കൊടുക്കാം. നമുക്കത് വേണ്ട. വനജ, 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 ഒന്ന് എണീക്കടാ. വനജ, വരുന്നു. ആ എന്താ വാസേട്ടാ? നമ്മുടെ സുബ്രു എണീറ്റില്ലേ? ഇല്ല. എന്താ? സുബ്രുവിനെ വിളിക്കേ. സുബ്രു, വിളിക്കണോടാ. സുബ്രു, സുബ്രു, നീ എണീറ്റ് വാടാ. വാസേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഡാ, ഇതൊന്നും നോക്കടാ. ഇത് ഇന്നലത്തെ കളിയിലാണല്ലോ അച്ഛാ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല വനജ. ഇത് എവിടെ നിന്ന് കിട്ടി ഇവർക്ക്? പങ്കു, നീ വന്നേ. വേഗം എണീറ്റ് വാടി. ഇത് കണ്ട നമ്മുടെ മോന്റെ പടം പത്രത്തിൽ. എടി മണ്ടി, അത് ചേട്ടൻ തന്നെ. എന്താ ചെയ്യാ, സുബ്രുവിന് ഇപ്പൊ ഇവിടെ വരാൻ പറ്റാത്ത കഷ്ടായി. ഓരോ സ്കൂളിലെ നിയമങ്ങളെ. അതൊന്നും സാരില്ല സക്കീറെ, അവന്റെ ഭാവി നോക്കണ്ടേ. നീ കളിക്കലെങ്കിൽ പഠിക്കാണ്ട്. ഓ നീ ഒന്ന് മാറി, എനിക്ക് നാളെ ക്ലാസ് ടെസ്റ്റ് ഉള്ളതാ. നീയോ പഠിക്കില്ല, അവനെ പഠിക്കാൻ സമ്മതിക്കില്ലേ? വലിയൊരു പഠിത്തക്കാരൻ വന്നിരിക്കുന്നു. എനിക്കുണ്ട് നാളെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ. അമ്മ, സ്കൂളിലുള്ള എല്ലാവരും ട്യൂഷനും കൊണ്ട് ഞാനും പൊക്കോട്ടെ. അവിടെ ഇരിക്കണം മുഴുവൻ മനസ്സിലാവണില്ല. അവരൊക്കെ വലിയ കാശിയാരാ സുബ്രു, നമ്മൾ അങ്ങനെയാണോ? ഇപ്പൊ തന്നെ നമുക്ക് ഫീസ് കൊടുക്കണ്ടെന്നേ ഉള്ളൂ. ബാക്കി ചെലവുകളെല്ലാം കൂടി കൂടി വരിക. അവളുടെ ഒരു കളി. പങ്കു, നീ എന്തായി കാട്ടണേ? ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഒരു നേരെ ചെക്കനെ പഠിക്കാൻ സമ്മതിക്കില്ല. അവളോ പഠിക്കയില്ല. നിർത്തടി. പുതിയ സ്കൂളിൽ പോക്കും പഠിത്തമൊക്കെ ഇവളൂടെ കഷ്ടപ്പെട്ടിട്ടാ, അത് മറക്കണ്ട. വനജേട്ടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. സ്കൂളിന്റെ പത്രാസിലൊക്കെ നീയും മയങ്ങിയല്ലേ? അവള് കാട്ടിയത് വനജേട്ടനും കണ്ടതല്ലേ? ചില്ലറ സൗഭാഗ്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോ നമ്മളെ പോലുള്ള മനുഷ്യരെല്ലാം മറക്കും. അമ്പു വാ, നമുക്ക് പോയി കളിക്കാം. കണ്ടോ ഇത്ര ഉള്ളവരുടെ വഴക്ക്? വെറുതെ കണക്കൂട്ടിൽ തെറ്റിക്കാനായിട്ട്. ഞാനല്ലല്ലോ, വനജേട്ടനല്ലേ. നിങ്ങൾ എന്തൊട്ടും മണ്ടത്തറയി കാണിക്കുന്നത്? ഇമാതിരി പൊട്ടക്കളി കാണുമ്പോൾ നമ്മുടെ സുബ്രുവിന്റെ വില നമുക്ക് മനസ്സിലാവും. എപ്പൊ നോക്കിയാലും ഒരു സുബ്രു സുബ്രു സുബ്രു. എന്നാ പിന്നെ അവനെ വിളിച്ച് കളിക്ക്. ഞാൻ വിളിച്ച ആ സെക്കൻഡിൽ അവിടെ വരും. പിന്നെ പക്ഷെ ഞാൻ വിളിക്കില്ലേ. അതെന്താ വിളിക്കാതെ? അങ്ങനെ അവിടെ കളിക്കണ്ടാ. ഞാൻ വിളിച്ചാവും വരും ചെയ്യും, കളിക്കും ചെയ്യും. എന്നാലും ഞാൻ വിളിക്കും. ഓരോന്നും പറഞ്ഞോണ്ടിരുന്നോളൂ. അവനിവിടെ ഇരുന്ന് കളിച്ച് തീരണ ചെക്കനല്ലോ, വേറെ ലെവലിലെത്തണ്ടോന്നല്ലേ, അതാ വിളിക്കാത്തത്. സുബ്രു, അച്ചാച്ചനൊന്ന് പിടിച്ചോളാം. എന്താ പറ്റിയേ? നമ്മുടെ വണ്ടിയോ? അച്ചാച്ചന് വയ്യാത്തോണ്ട് വണ്ടി റൗണ്ടിലിട്ടേക്കുക.
അതും കൊടുത്തടാ. അങ്ങോട്ട് കൊടുത്തേ. സൂക്ഷിച്ച്. ഒരു തഞ്ചത്തിൽ അങ്ങനെ പോവുകയായിരുന്നു. ഇനിയിപ്പോ എന്നെ നിങ്ങൾ നോക്കേണ്ട ഗതികേടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ പോവാന്ന്. അച്ചാച്ചന് വീട്ടിലിരുന്നൂടെ? അച്ചാച്ചൻ ഇപ്പൊ പോയിട്ട് എന്താ വനജേട്ടാ, എന്താ പറ്റിയേ? ഒന്നുമില്ല, അച്ഛനൊരു ചെറിയ വയ്യാഴിക. നീ അങ്ങോട്ട് പതുക്കെ പതുക്കെ. എന്താ? ഏയ് ഒന്നുമില്ലെന്നേ. ആ വനജ, ഒരു കത്തുണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ആ സക്കീറേ. ചേട്ടാ ആർക്കാ? ഗണപതി ചേട്ടനാണോ? എവിടുന്നാ പറഞ്ഞു ചേട്ടാ? റെയിൽവേന്ന്. എന്നും ഉള്ളതാ. സക്കീറേ, എന്തോ കുഴപ്പമുണ്ട്. എന്താ എവിടെ? എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എന്താ അച്ഛന് പറ്റിയേ? എന്താ പറ്റിയേ ചേച്ചി? ചേട്ടാ ചേട്ടാ കടല 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 കടല. വനചേട്ടാ, കണ്ണൻ എന്താ വണ്ടിയായിട്ട് ഇവിടെ? വനചേട്ടൻ ഇപ്പൊ വണ്ടിയിലല്ലല്ലോ കച്ചവടം നടത്തണേ, കുറച്ചങ്ങോട്ട് മാറിയിരുന്ന പോരെ? കണ്ണാ, കൊറേ കാലമായിട്ട് ഞാനല്ലേ ഇവിടെ വണ്ടി ഇടാറ്. അതെ, ഇനി കുറച്ചു കാലം ഞാനൊന്ന് നടത്തി നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കണ്ണാ, എന്താ നീ എന്തേ കാണിക്കണേ? എന്തൊട്ട് ഈ പണി ഞാൻ ചെയ്ത കുഴപ്പമുള്ളേ? കണ്ണാ, എന്നോട് ഇത് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്തു? ഇതിന്റെ പുറകിൽ ആരൊക്കെയാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓ ആരടാ? ആരാന്ന് പറഞ്ഞ? അതിപ്പോ ഇനി ഞാൻ പറയണോ? ഡാഡാ, ഇവനെ മാത്രല്ല ഈ അടക്കം എല്ലാത്തിനും ഇവിടുന്ന് പറപ്പിക്കാനുള്ള പണി എനിക്കറിയാം. എന്നെ കൊണ്ടത് ചെയ്യിക്കല്ലേ? എന്താ പറഞ്ഞ ചേട്ടാ, നിങ്ങളൊന്ന് മാറിക്കാൻ നോക്കിയേ. കണ്ണ, നീ കാണിക്കുന്ന തെമ്മാടിത്തരാട്ടാ. ഗിരി, നീ ഇടപെടാൻ നിൽക്കണ്ട, പോയിക്കോ അവിടുന്ന്. ഇടപെടൂടാ. ഇത്ര നാളിന് ഇവരുടെ കൂടെ നിന്നിട്ട് ഇപ്പൊ അവർ വീണടക്കുന്ന സമയത്ത് അത് കാണിക്കണം. എനിക്ക് സൗകര്യം ചെയ്യൂടാ. നീ ആരാ ചോദിക്കാൻ? കാണിച്ചിട്ട് പോടാ നീ. മതി മതി, നിർത്ത് നിർത്ത് നിർത്ത്. വനചേട്ടാ, വനചേട്ടന് കച്ചവടം ചെയ്യാനുള്ള സ്ഥലം ഞാൻ തരാം. സ്ഥലമുള്ള അവർക്ക് അവിടെ വന്നിട്ട് ആരാ തടുക്കണമെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. നമുക്ക് പോവാ. കടല കടലേ, കടല കടല കടല
കടല കടല കടല കടല കടല കടലേ